പുതിയ ഫോർമാറ്റ് ഈ ഹോം അവേ ഇല്ലാത്തതുകൊണ്ട് വെൽക്കം ടു ബെർണാബ്യൂ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് അങ്ങേര് വരുന്നു. ഇന്ന് എന്തും എല്ലാവരും അവിടെ കാണിച്ച് കൂട്ടിയത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഡാ ബെല്ലിങ്ങാമേ, നീ പറ, എന്താ നമ്മൾ തോക്കാൻ കാരണം? ഞാനെന്തോ ഇത് അതുകൊണ്ട് നിങ്ങളുടെ കമുവിങ്കാ മോനോട് വരും. അവനാ കൈയെടുത്ത് വെച്ച് പെനാൽറ്റി കൊടുത്തത്. മോനെ, നീ എന്തിനാടാ കൈയെടുത്ത് വെച്ചത്? കോച്ചല്ലേ പറഞ്ഞത് എല്ലായിടത്തും നീ കാണണമെന്ന്, അതുകൊണ്ട് ഗോൾ കീപ്പിംഗ് കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അയ്യോടാ, എങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത കളി റെഫറി ആയിട്ട് കൂടി നീ നീക്കി. ഇനി അവൻ ആവശ്യമില്ലാത്ത ഐഡിയ പറഞ്ഞോളൂ, അല്ലെങ്കിൽ തന്നെ റെഫറി നമ്മുടെ ആളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഞാൻ അവന്മാരുടെ ഡ്രസ്സിംഗ് റൂം വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോണ്ട. അല്ലേ കോച്ചെ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഞാനും വരാടാ. അടിയെങ്കിൽ അടി. നിങ്ങൾ എന്തു അടി പറയുന്നത്? എൻ്റെ അനിയൻ അവരുടെ ടീമിലാണ് കളിക്കുന്നത്. അയ്യോ ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ വിളിച്ച് സൈഡിൽ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കയറി അടിക്കാം. എടാ പൊട്ടം കൊണാപ്പി, എൻ്റെ അമ്മ കുറച്ച് ഔലോസ് ഉണ്ട് എൻ്റെ അനിയൻ്റെ കൊടുത്തു വിട്ടേക്കുന്നു. അത് വാങ്ങാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യേ, ഔലോസ് ഉണ്ടായി വാങ്ങാൻ പോകുന്നതാണ് പറഞ്ഞത്. കോച്ചെ, ഞാൻ പോയിട്ട് വരാം. ചെല്ല്. ഔലോസ് ഉണ്ടെങ്കിൽ ഔലോസ് ഉണ്ട്. ഇവിടം വരെ വന്നതിന് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. നമ്മൾ വെറുതെ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ച് അല്ലേ കോച്ചെ? നമ്മളല്ല, നീ. മീനച്ചാറ് വല്ലതും ഉണ്ടാവുമോ എന്തോ? എൻ്റെ ടെൻഷൻ അതല്ല, ആ പെറസ് വിളിക്കുമ്പോൾ എന്തോ പറയുമെന്നുള്ളതാണ്. വല്ല ബബിൾക്കോം തീർന്നു പോയോണ്ടാണെന്ന് പറ.